ബി.ജെ.പിയുടെ നേതൃസ്ഥാനത്തേക്ക് ആര് വന്നാലും ട്രോളുകൾ അവരുടെ കൂടപ്പിറപ്പാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള പുതിയ ട്രോളുകൾ. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ വളരെ നേരത്തെ വേദിയിലെത്തി സ്ഥാനം പിടിച്ച ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ താരവും ചർച്ചാ വിഷയവും. ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ ഒന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന രാജീവ് ചന്ദ്രശേഖറുടെ ചിത്രം രാഷ്ട്രീയ നേതാക്കന്മാർ വരെ പരിഹാസ വിഷയമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ചടങ്ങിനായി മണിക്കൂർ മുന്നേ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു ചന്ദ്രശേഖർ. കൂടാതെ ബി.ജെ.പി പ്രവർത്തകർ സദസ്സിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു. പകൽ 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ രാവിലെ 8:45 രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തി സീറ്റ് പിടിച്ചു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള വിശിഷ്ടാതിഥികൾ വേദിയിൽ എത്തുന്നതുവരെയുള്ള 2 മണിക്കൂറിലധികം സമയം ഒറ്റയ്ക്ക് വേദിയിൽ ഒരേ ഇരിപ്പ്. ഇനി കസേര കിട്ടില്ല എന്നോർത്ത് നേരത്തെ വന്ന് സീറ്റ് പിടിച്ചതാണോ എന്ന് ആളുകൾക്കിടയിൽ നിന്ന് അടക്കിപ്പറച്ചിലുകൾ ഉയർന്നു. ഇതിനിടെ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചും പരിഹാസ്യ പ്രകടനം നടത്തി. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരുന്നപ്പോഴാണ് ഒരു പഞ്ചായത്ത് വാർഡ് പ്രതിനിധി പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ ഷോ നടന്നത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ട് ബി.ജെ.പി കേരളത്തിൽ വളരുന്നില്ല എന്നതിന്റെ മികച്ച ഉദാഹരണമാണിതെന്നും ധനമന്ത്രി അടക്കമുള്ളവർ സദസ്സിലിരിക്കുമ്പോൾ മണിക്കൂറുകളിൽ മുന്നേ വന്ന സ്റ്റേജിലിരിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും രാഷ്ട്രീയ അല്പത്തരമല്ലേ എന്നായിരുന്നു റിയാസ് പ്രതികരിച്ചത്. വലിയ ആഘോഷമാക്കിയാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. രാജീവ് ചന്ദ്രശേഖർ നേതൃപദവിയിൽ എത്തുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പുതിയ വിഴിഞ്ഞം സംഭവത്തോടെ ആ ബിൽഡപ്പ് ഒക്കെ തകർന്ന സ്ഥിതിയാണ്. ലൂസിഫറിലെ ടൊവിനോയുടെ കഥാപാത്രം പറയുന്ന മുണ്ടുടുക്കൽ ഡയലോഗ് പറയാൻ ശ്രമിച്ചു. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നിന്നും പോയിട്ട് അധികമായില്ല. എനിക്ക് രാവിലെ 7 മണിക്ക് വരാനും അറിയാം, നാണം കെട്ട് സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും അറിയാം എന്നാണ് വി.ടി. ബലറാമിന്റെ പോസ്റ്റ്. അതിരാവിലെ എത്തി വേദിയിൽ ഒറ്റയ്ക്ക് ഷോ ഇറക്കിയ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനത്തെ 2017 കൊച്ചി മെട്രോ സംഭവവുമായി ഉപമിച്ചിരിക്കുകയാണ് മറ്റു ചിലർ. അന്ന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം മെട്രോയിൽ ഇടം പിടിച്ചത് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരനായിരുന്നു. ക്ഷണിക്കാത്ത പരിപാടിക്കെത്തുന്ന തന്റെ സോഷ്യൽ മീഡിയ പ്രയോഗത്തെ കുമ്മനടി എന്ന വൻമരം വീണെന്നും ഇനി അത് രാജീവിന്റെ പേരിൽ ചന്ദ്രനടി എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇനി നിന്റെ പേര് കുമ്മനടി എന്നല്ല ചന്ദ്രനടിയാണെന്ന സിനിമാ ഡയലോഗ് തരത്തിലും ഇത് പ്രചരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണ് ക്ഷണിതാക്കളുടെ പേര് നിർദ്ദേശിച്ചതെങ്കിലും അതിൽ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വാസ്തവമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ പ്രകടനവും കുമ്മനടി പോലെയും ഉള്ളിസുര പോലെയും ഏറെക്കാലം ട്രോളുകളിൽ തിങ്ങി നിൽക്കുമെന്നും ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ വലിയ അകമ്പടികളോടെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെയുള്ള മുന്നേറ്റങ്ങളിലൂടെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ ഗൗരവമായി എത്തുമെന്നാണ് തുടക്കത്തിന്റെ ആവശ്യത്തിൽ കരുതിയത്. എന്നാൽ ഇപ്പോഴത്തെ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒട്ടും ഗുണകരമല്ല.